എങ്ങനെയാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഓർഡർ കിട്ടണതെന്ന് എല്ലാരും ചോദിക്കുന്ന കാര്യമാണ്. ആക്ച്വലി അത് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം വഴി ഒന്നും ഓർഡർ കിട്ടാറില്ലായിരുന്നു. ആദ്യമൊക്കെ കസിൻസ്, നെയ്ബേഴ്സ്, എന്നെ ഏറെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്, അതുപോലെ സിസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്സ്, അവരെ കസിൻസ്, ഇങ്ങനെ പറഞ്ഞ നമ്മൾ നാട്ടാര്, വീട്ടാര്, കൂട്ടാര്, ഇവരെയൊക്കെ ഡ്രസ്സാണ് നമ്മൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇതൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റിയത് ഒരു ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സിലൂടെ ഒന്നുമല്ല. തൊള്ളപ്പരസ്യം ഗൈസ്, തൊള്ളപ്പരസ്യം അതാണ് മെയിൻ. നമ്മള് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് വർക്കും എംബ്രോയിഡറി ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെ ഒരു ഉൾപ്പില്ലാതെ പറഞ്ഞു നടക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞ തൊള്ളപ്പരസ്യം. എല്ലാം തുടങ്ങുന്നത് ഒരു ചെറുത് എന്നൊരു വാക്കിൽ നിന്നാണല്ലോ. കിട്ടിയാൽ നമുക്കൊരു ഓർഡർ കിട്ടും, പോയാ ഒരു വാക്ക്, അത്ര ഉള്ളൂ. ഇതിലൊക്കെ നമ്മളെ സക്സസിന് വേണ്ടി നമ്മൾ തന്നെ മടിയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് ഇറങ്ങും. എന്ത് കരുതി ഒരുമാതിരി മറ്റൊരുത്ത